പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഈ വൈകിട്ടത്തെ സെഷനിൽ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സമയം പോകുന്നത് കൊണ്ട് മുഖവരകൾ പറയാതെ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് തികച്ചും ഒരു ചടങ്ങായി യാന്ത്രികമായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവമുമ്പാകെ ഒരു വിലയുമില്ലാത്ത കാര്യങ്ങളായി അത് മാറും. ദൈവസാന്നിധ്യമില്ലാത്ത പ്രാർത്ഥനകളാകട്ടെ, പാട്ടാകട്ടെ, ആരാധനയാകട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഇതെല്ലാം വെറുമൊരു ചടങ്ങ് മാത്രമാണ്. ദൈവസാന്നിധ്യം വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഞാനത് വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ നമുക്കൊരു പക്ഷേ കഴിഞ്ഞേക്കാം. ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? ദൈവശബ്ദം കേൾക്കാൻ പറ്റുക എന്നതാണ് സാന്നിധ്യത്തിൻ്റെ രഹസ്യം. വചനം വായിക്കാനും പ്രസംഗം കേൾക്കാനും എല്ലാവർക്കും പറ്റും, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രം ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത് ദൈവസാന്നിധ്യമില്ലാത്ത എത്ര നല്ല പ്രവൃത്തികളാണെങ്കിലും അതിന് ദൈവമുമ്പാകെ ഒരു വിലയും ഇല്ല. അതുകൊണ്ടാണ് ആ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചത് മോശയുടെ ദൈവത്തോടുള്ള വലിയ യാചനയാണ്. ദൈവമേ, നീ ഞങ്ങളോടുകൂടെ പോകുന്നില്ലെങ്കിൽ, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. നമുക്ക് ആ വാക്യം വീണ്ടും ഇന്ന് സന്ധ്യാസമയം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ 6 സെഷനുകളിലും, ഈ 3 ദിവസവും 6 സെഷനുകളിലും ദൈവ സാന്നിധ്യത്തിലുള്ള ജീവിതം, അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ വചനം കേൾക്കണം. രാവിലെ നമ്മൾ സംസാരിച്ചത് ദൈവ സാന്നിധ്യമില്ലാത്ത നമ്മുടെ പ്രവൃത്തികളൊക്കെ അത് വിലയില്ലാത്തതാണ്, അത് വെറും ചടങ്ങുകളാണ് എന്ന കാര്യം ആത്മാവ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ദൈവസാന്നിധ്യം ഇല്ലാത്ത ജീവിതം പ്രശ്നമാണെങ്കിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി യാചിക്കും. എന്തിനാണ് മോശ, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ, നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്ന് പ്രാർത്ഥിച്ചത്? ശരിക്കും ദൈവം പറഞ്ഞു, ഞാൻ വന്നില്ലെങ്കിലും, 2-ാം വാക്യം 33:2, എൻ്റെ ദൂതനെ നിന്റെ മുമ്പാകെ ഞാൻ അയക്കും. ദൂതൻ വെറുതെ വരികയല്ല, ദൂതൻ വന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യും. ദൂതൻ നിങ്ങളെ കനാൻ ദേശത്ത് എത്തിക്കും. മോശ പറഞ്ഞു, ദൈവമേ, ദൂതൻ വന്നാൽ പോരാ, അങ്ങ് തന്നെ വരണം. പ്രൈസ് ദി ലോർഡ്. ദൂതൻ വന്നാൽ പോരാ, അങ്ങ് തന്നെ വരണം. അങ്ങയ്ക്ക് പകരമാവില്ല ഒരു ദൂതനും. ദൂതന്മാർ ശക്തന്മാരാ, കഴിവുള്ളവരാ, പക്ഷേ അങ്ങയുടെ മുമ്പിൽ, അല്ലേ, അവിടുത്തെ സൃഷ്ടികൾ മാത്രമാണ് ദൂതന്മാർ. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂടെ നടക്കാൻ ഞങ്ങളെ സൃഷ്ടിച്ച കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. മോശ അതാ പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ, അങ്ങയുടെ സാന്നിധ്യം വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടായിരിക്കാം മോശ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ മരുഭൂമിയിലെ യാത്രയിലും മിസ്രൈമിലെ അവിടെ നിന്നുള്ള പുറപ്പാട് സംഭവത്തിലൊക്കെ മോശ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. ചെങ്കടൽ പിളർന്നതാകട്ടെ, മിസ്രൈമിലെ അത്ഭുതങ്ങളാകട്ടെ, മരുഭൂമിയിൽ മന്ന കിട്ടിയതാകട്ടെ, പാറയിൽ നിന്ന് വെള്ളം ലഭിച്ചതാകട്ടെ, അല്ലെ, ശത്രുക്കളുടെ മേൽ ജയം കിട്ടിയതാകട്ടെ, അല്ലെ, അമാലേക്യരുമായിട്ട് എന്തോ ഉണ്ടായി? യുദ്ധമുണ്ടായി. ആ യുദ്ധ സമയത്ത് മോശ പർവ്വതത്തിന് മുകളിൽ കയറി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വടിയും
അല്ലെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അല്ലെ അഹരോനും ഹൂരും അല്ലെ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ, നിങ്ങൾക്ക് ആ കഥ പശ്ചാത്തലം അറിയാം അല്ലെ, താങ്ങി. എന്താ പറയുന്നത്? മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു, മോശയുടെ കൈ താണപ്പോൾ അമാലേക്കര് ജയിച്ചു. അപ്പൊ ഈ സംഭവങ്ങളിലെല്ലാം അപ്പൊ എന്താ അവിടെ കാണിക്കുന്നത്? പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യമാണ് ആ യുദ്ധത്തെ ജയിപ്പിച്ചത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യമാണ് ഈ അത്ഭുതങ്ങൾ മുഴുവനും ചെയ്തതെന്ന് മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. തൻ്റെ മിടുക്കോ, മോശ നല്ല മിടുക്കനാ, മിസ്രയീമിലെ സകല വിദ്യയും അഭ്യസിച്ചവനാ, അവിടുത്തെ ശാസ്ത്രം പഠിച്ചവനാ, കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ മോശയ്ക്കറിയാം എൻ്റെ കഴിവ് കൊണ്ടല്ല ഇതൊന്നും നടന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഇവിടെ വരെ വന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരേ ഒരു കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവൻ ഇവിടെ വരെ എത്തിച്ചതെങ്കിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിലും എൻ്റെ മിടുക്ക് കൊണ്ട് പറ്റത്തില്ല, ഈ ജനക്കൂട്ടത്തിൻ്റെ പെരുപ്പം കൊണ്ട് പറ്റത്തില്ല. അങ്ങ് കനാൻ നാട്ടിലെത്തണമെങ്കിൽ സ്തോത്രം, സർവശക്തനായ ദൈവം അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്കൊപ്പം വേണം എന്ന് മോശ ആഗ്രഹിച്ചു. ഇന്ന് വചനം കേൾക്കുന്നവരെ, ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവവേദലാണെങ്കിൽ ദൈവത്തിന് പകരം മറ്റൊന്നുകൊണ്ട് തൃപ്തിപ്പെടത്തില്ല. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പണം കിട്ടിയാൽ തൃപ്തിപ്പെടുന്നവരുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഒരു ജോലി കിട്ടിയാൽ അത് മതിയെന്ന് വെക്കുന്നവരുണ്ടായേക്കാം. കുറച്ച് ആളുകളുടെ പിൻബലമുണ്ടെങ്കിൽ അല്ലേ അത് മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ വിവേചിക്കുന്ന, സത്യമായി കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിന് മനസ്സിലാകും ഈ പറയുന്നതൊന്നും നമ്മുടെ കർത്താവിന് പകരമാകില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഉപവാസത്തിലോ പ്രാർത്ഥനയോടെ ദൈവവും ഭാഗം വന്നിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുകയാ. നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ നടുവില്, അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവില് നിന്റെ പണം മതിയാകത്തില്ല. ജീസസ് ജീസസ്. ചില വിഷയങ്ങളുടെ നടുവിൽ നീ അഭിമുഖീകരിക്കുമ്പോ അതിനെ മറികടക്കാൻ നിന്റെ ബന്ധുബലം കൊണ്ട് പറ്റത്തില്ല, ആൾബലം മതിയാകാതെ വരും. എത്ര പേര് രാത്രി മനസ്സിലാക്കുന്നുണ്ട്? മനുഷ്യൻ്റെതായ ഓരോ വിഭവങ്ങൾ കൊണ്ടും രക്ഷപ്പെടാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോഴാ മനസ്സിലാകുന്നത് ഈ പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ, ഈ പ്രശ്നത്തിനപ്പുറത്ത് പോകണമെങ്കിൽ സഹായിക്കാൻ കഴിവുള്ള കരുത്തുള്ളവർ എൻ്റെ കൂടെ വേണമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയുക. മോശയോട് ചേർന്ന് വിളിച്ചു പറയുക, ദൈവമേ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ ജീസസ് ഞങ്ങളെ പറഞ്ഞയക്കരുതേ. അപ്പോ ശരിക്കും ഒരു ദൈവ പൈതലിന് അറിയാം, ജീവിതാനുഭവം ഉള്ളവരറിയാം, കർത്താവില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല, കർത്താവില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവരാഗ്രഹിക്കും എൻ്റെ കൂടെ കർത്താവ് എപ്പോഴും വേണം. അതുകൊണ്ടാണ് മോശ പറഞ്ഞത് എൻ്റെ മിടുക്ക് കൊണ്ട് പറ്റില്ല, അങ്ങ് കൂടെ വരണം. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഈ ജനത്തിൻ്റെ സ്വഭാവം മോശ ശരിക്കും മനസ്സിലാക്കിയതാ. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 40 കൊല്ലം മോശ മിസ്രൈമിൽ താമസിച്ചു. ശരിയല്ലേ? അന്ന് മുതലേ മോശയ്ക്ക് അറിവുള്ള പ്രായം മുതലേ നിശ്ചയമായും അവൻ്റെ അമ്മ, നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്, മോശയോട് തൻ്റെ സ്വജനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കാണും. മോശ അന്ന് മുതലേ ഇവരെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് 40 വയസ്സായപ്പോൾ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് വിചാരിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് നിൽക്കാൻ പറ്റാതെ അവർ നിമിത്തം ഓടേണ്ടി വന്നു. സ്തോത്രം. പിന്നെ ഒരു 40 കൊല്ലക്കാലം മരുഭൂമിയിൽ താൻ ചെലവഴിക്കുമ്പോഴും അവനറിയാം അല്ലേ ഈ ജനം ആരാണെന്ന്. 80-ാമത്തെ വയസ്സിൽ തിരികെ അവിടെ ചെന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചപ്പോഴും ഇവർ ചെന്നപ്പോഴുമൊക്കെ ഇവരോടുമായി ഇടപെട്ടപ്പോൾ തൻ്റെ സ്വജനത്തിൻ്റെ സ്വഭാവം ശരിക്കറിയാം. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ 33-ാം അധ്യായം വരുമ്പോൾ മരുഭൂമിയിൽ യാത്ര ചെയ്ത് അല്ലേ സീനായിയുടെ അടിവാരത്ത് നിൽക്കുക. ഇതിനു മുമ്പ് നടന്ന യുദ്ധങ്ങളും ഇതിനു മുമ്പ് നടന്ന ഓരോ പ്രശ്നങ്ങളിലും ഇവരുടെ സ്വഭാവം അല്ലേ, ജനം ഒത്തിരി അല്ലെ ജനത്തിൻ്റെ ഒത്തിരി ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പരാതി പറഞ്ഞവരല്ലേ? സ്തോത്രം. അവർ പരാതി പറഞ്ഞു, ഞങ്ങളെ ഈ ചെങ്കടലിൽ കൊണ്ട് കൊല്ലാനാണോ നീ വന്നത്? സ്തോത്രം.
ഭക്ഷണം കിട്ടാതെ വന്നപ്പോ പരാതി പറഞ്ഞവരാ, ഇറച്ചി കിട്ടാതെ വന്നപ്പോ പരാതി പറഞ്ഞവരാ, വെള്ളം കിട്ടാതെ വന്നപ്പോ പിറുപിറുത്തവരാ. സ്തോത്രം. ജനത്തിന്റെ സ്വഭാവം വളരെ നന്നായി മോശയ്ക്ക് അറിയാം. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാനാ ഇവരെ നയിച്ചാൽ എൻ്റെ നായകത്വം, മോശയാണ് നയിച്ചുകൊണ്ട് വന്നതെങ്കിലും തമ്പുരാനില്ലാതെ മോശ തൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കൃപയിലും ഒക്കെയാണ് നയിക്കുന്നതെങ്കിൽ ഇതങ്ങ് കനാനിൽ എത്തത്തില്ലെന്ന് മോശയ്ക്കറിയാമായിരുന്നു. ആമേൻ. ഇവരുടെ ഈ സ്വഭാവത്തിന്, ഇവരുടെ ഈ കാര്യത്തിന് സർവശക്തന്റെ സാന്നിധ്യം വേണം. ആമേൻ. അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. ആമേൻ. ശിക്ഷയൊക്കെ കിട്ടും, പക്ഷേ എന്നാലും ഇച്ചിരിയെങ്കിലും പേടി വരുന്നത് ആരില്ല? മോശയെ പേടിച്ചാണോ അനുസരിച്ചത്? നിങ്ങളറിയാം, ഈ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ സംഭവം വന്നപ്പോ 3000 പേര് സംഹരിക്കപ്പെട്ടു. സ്തോത്രം. അതിനുശേഷം കുറച്ച് ഭയം വന്നില്ലേ? ദൈവം അവരുടെ ഇടയിൽ ഓരോ പ്രാവശ്യവും തന്നെ ശിക്ഷയുടെ കരം മുറുക്കുമ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് പറയും, അയ്യോ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റുപറ്റി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മോശയ്ക്കറിയാം, ഇവരെ കൊണ്ടുപോകണമെങ്കിൽ നീ തന്നെ ലീഡറായിട്ട് വരണം, ഇല്ലെങ്കിൽ ഇവരെന്നെ അനുസരിക്കില്ല. ഇന്ന് വചനം മനസ്സിലാകുന്ന ദൈവമക്കളെ, സ്തോത്ര, തമ്പുരാൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഇപ്പോൾ സഭാ ശുശ്രൂഷകനായ എൻ്റെ കാര്യം നോക്കിക്കേ. സ്തോത്ര, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? ശരിയല്ലേ? ജനത്തെ അവർ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ട് തന്നെ ഉള്ള ദൈവത്തെ എന്തിനു പേടിക്കണം? പക്ഷെ ദൈവ സാന്നിധ്യം അഭിഷേകമായി അദ്ദേഹത്തിൻ്റെ മേൽ നിന്നാൽ ആളുകൾ പേടിക്കാൻ തുടങ്ങും. എത്ര പേര് മനസ്സിലായി? പർവ്വതത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനം എന്ത് ചെയ്തു? ഭയപ്പെട്ടു. മോശയെ നോക്കാൻ ഭയപ്പെട്ടു. ഇന്ന് പകൽക്കാലം ജനം പേടിക്കുന്നത് വ്യക്തികളെയല്ല, ദൈവത്തെയാ. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കകത്ത് ജനത്തിന്, അല്ല ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയും, മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ, ഭയമുണ്ടാകണമെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം വരണം. ശുശ്രൂഷ കേൾക്കുമ്പോൾ ജനത്തിന് ഭയമുണ്ടാകണമെങ്കിൽ വചനത്തിലൂടെ ദൈവം ഇടപെടുന്നു എന്ന ബോധ്യം അഭിഷേകമായി വെളിപ്പെടണം. ഇല്ലെങ്കിൽ ജനം അംഗീകരിക്കില്ല. മോശ പറയുക, എൻ്റെ മിടുക്കിന് മുമ്പിൽ ഇവരനുസരിക്കത്തില്ല, എൻ്റെ വിദ്യാഭ്യാസത്തിന് മുമ്പിൽ ഇവരനുസരിക്കത്തില്ല. നിന്റെ അഭിഷേകം, നിന്റെ സാന്നിധ്യം എൻ്റെ തലമേൽ എന്നോടൊപ്പം യഹോവ ആമേൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ എന്ന് യോശുവയോട് പിന്നീട് പറഞ്ഞതുപോലെ എന്നോടുകൂടെ നീ ഇരുന്നെങ്കിൽ മാത്രമേ. സ്തോത്രം. ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, ഇന്നത്തെ തലമുറ അനുസരിക്കണമെങ്കിൽ നമ്മളിൽ ദൈവ സാന്നിധ്യം വേണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അമ്മമാരെ, നിങ്ങളിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ഭയപ്പെടും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. നിന്റെ കണ്ണുരുട്ടുണ്ടോന്നും അവർ പേടിക്കുകയില്ല. നിന്നിൽ അഭിഷേകം ഉണ്ടെങ്കിൽ അവർ മനസ്സിലാവും, അമ്മ പ്രാർത്ഥിച്ച പണി കിട്ടും. എത്ര പേർക്ക് മനസ്സിലായി? വല്ലതും പിടി കിട്ടിയോ? നീ ജഡമാണെങ്കിൽ അവരതിനേക്കാൾ വലിയ ജഡവാ, അവരായുസിലനുസരിക്കുകയല്ല. വല്ലതും പിടി കിട്ടിയോ? പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ നിന്നിലുള്ള അഭിഷേകത്തെ അവർ പേടിക്കാൻ തുടങ്ങും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലായി? നിന്നിലുള്ള അഭിഷേകത്തെ, അത് മക്കൾ മാത്രമല്ല കേട്ടോ, അഭിഷേകത്തെ ആളുകൾ ഭയപ്പെടുന്നത് ചുറ്റുമുള്ള എല്ലാവരും, നീയുമായി അടുത്തു വരുന്നവർ, നിന്നോട് അടുത്തു വരുന്നവരൊക്കെ ആമേൻ, അവർ ആ അഭിഷേകത്തെ ഭയപ്പെടാൻ തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി അതിനുവേണ്ടി എത്ര പേര് കൊതിക്കുന്നുണ്ട്? കർത്താവേ, ഞാനെന്ന വ്യക്തിയല്ല, എന്നെ നയിക്കുന്ന, എൻ്റെ മേൽ വെളിപ്പെടുന്ന, എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ വാക്കുകളിൽ വെളിപ്പെടുന്ന അഭിഷേകത്തിന് ശക്തിയെ ആളുകൾ ഭയപ്പെടത്തണം. ഇതാണ് നമ്മളുള്ള അഭിഷേകം. ഞാൻ പറയാം, പെന്തിക്കോസ്തുകാരെ ആൾക്കാർക്ക് പേടി എന്തുവരുന്നു? നമ്മുടെ ആരാധനയെ പേടി നമ്മളുള്ള അഭിഷേകത്തെ ആയിരുന്നു. നമ്മളുള്ള അനോയിന്റിങ്ങിനെ ആളുകൾ പേടിച്ചത്. അത് കുറഞ്ഞുകൊണ്ട് കയ്യടിയുണ്ട്. ഞാൻ അത് പിന്നെ പഠിക്കുമായിരിക്കും. സാന്നിധ്യം എന്താണെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലാകും. നമുക്കിന്ന് കയ്യടി മാത്രമേ ഉള്ളൂ, അനോയിന്റിങ് ഇല്ല. സ്തോത്രം. നല്ല പ്രാർത്ഥനയുണ്ട്, പക്ഷേ ദൈവത്തോട് സംസാരിക്കുന്നവരില്ല. വചനം വായിക്കുന്നവരുണ്ട്, പക്ഷെ ദൈവ ശബ്ദം കേൾക്കുന്നവരില്ല. ഈ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്നെങ്കിലേ ആളുകൾ ഭയക്കാൻ തുടങ്ങിയുള്ളൂ. ആളുകൾ ആദരവോടെ നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയുള്ളൂ. ആളുകൾ നിന്റെ വാക്കിന് ചെവി തരികയുള്ളൂ. അതിന് ആമേ ദൈവസന്നിധിയിൽ പോകും. അല്ലെ, മോശം 40 രാവും പകലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോഴാ ഇവന്മാരൊക്കെ വലിയ പുള്ളികളാ, പക്ഷേ എല്ലാവരും പേടിച്ചു പോയി. എല്ലാവരും പേടിച്ചു. മോശയുടെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ടു. മോശ ഒരു തുണിയെടുത്ത് എന്ത് ചെയ്തു? മുഖം
മറയ്ക്കേണ്ടി വന്നു. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? അതുകൊണ്ട് മോശ പറയുക, നീ ഇല്ലാതെ ഞാൻ ഇവരെ നയിച്ചാൽ, നീ ഇല്ലാതെ ഞാൻ ഇവരെ നയിച്ചാൽ ഞാനും തകരും, ഇവരും തകരും. സ്തോത്രം. പല സഭകളും കുടുംബങ്ങളും ഒക്കെ തകരുന്നത് സാന്നിധ്യമില്ലാത്ത നയിക്കലാ. സാന്നിധ്യമില്ലാതെ അഭിപ്രായം പറയുക, ദൈവ സാന്നിധ്യമില്ലാതെ ആളുകളെ ഒതുക്കാൻ നോക്കുക, സാന്നിധ്യമില്ലാതെ വരട്ടാൻ നോക്കുക, സാന്നിധ്യമില്ലാത്തവരെ അല്ലെ പേടിപ്പിക്കാൻ നോക്കുക. ആരെങ്കിലും പേടിക്കുമോ? ഇല്ല. ഇന്ന് രാത്രി മോശയോട് ചേർന്ന് ഈ ദൂതിന്റെ ആഴം മനസ്സിലാക്കിയവര് അവൻ വിളിച്ചു പറ, കർത്താവേ എൻ്റെ മേൽ ഒരു അഭിഷേകം വരട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അഭിഷേകം വരട്ടെ. അവൻ അവരെ മറ്റുള്ളവർ അവൻ കണ്ടവരുടെ അഭിഷേകത്തെ കണ്ട് ആദരിക്കത്തക്കവണ്ണം ഒരു അഭിഷേകം. ജീസസ്. ഇപ്പം മോശ എന്തുകൊണ്ടാണ് ദൈവസാന്നിധ്യം ആഗ്രഹിച്ചത്? ജനത്തിൻ്റെ സ്വഭാവം മോശയ്ക്ക് അറിയാം. അവർ അഭിഷേകത്തെ പേടിക്കൂ, ദൈവസാന്നിധ്യത്തെ പേടിക്കൂ. ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് മോശ എന്ത് ചെയ്യില്ല? ആശയം പിടികിട്ടിയോ? മൂന്നാമത്തെ കാര്യം, മോശയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ 40 വർഷത്തെ അനുഭവം മോശയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ 40 വർഷത്തെ അനുഭവം മോശയെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ മിസ്രൈമിൽ പഠിച്ച ഒരു കാര്യം കൊണ്ടും എനിക്കിവരെ നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് 80-ാം വയസ്സിൽ ദൈവം മിസ്രൈമിലേക്ക് മോശയെ അയക്കാനായിട്ട് വിളിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം എന്ത് ചെയ്തു? മോശയെ വിളിച്ചു. മോശേ മോശേ എന്ന് വിളിച്ചു. മോശ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. മോശ ഭയപ്പെട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവം നിയോഗം കൊടുത്തു, അല്ലേ? മിസ്രൈമിലേക്ക് പോകണം. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അല്ലേ? അവരുടെ നിലവിളി ഞാൻ കേട്ടു. ദൈവം പറയാ, നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുക. നിങ്ങൾ നോക്കിക്കേ, 40 വർഷത്തെ എന്താണ് മിസ്രൈമിലെ പഠനം എല്ലാം പഠിച്ചു തികഞ്ഞ അവൻ. അതുകൊണ്ടല്ലേ എല്ലാം അറിയാം. പിന്നെ 40 വർഷമായി മരുഭൂമിയിലൂടെ അലച്ചില്. 80 വർഷം. ഇതിനേക്കാൾ കൂടുതൽ പക്വത ഇനി ഒരു മനുഷ്യന് വരണോ? ഏത് നിലയിൽ നോക്കിയാലും എല്ലാത്തിനും പരമയോഗ്യമായ അവസ്ഥയാണ്. പക്ഷേ മോശ അവിടെ പറയുക, എന്താ? ഞാൻ പോകത്തില്ല, എനിക്ക് പകരം വേറെ ആരെങ്കിലും. ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്. തൻ്റെ ബലഹീനതകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ദൈവമുമ്പാകെ പറയുക. 40-ാമത്തെ വയസ്സിൽ മോശയുടെ ചിന്ത എന്തുവരും നിങ്ങൾക്കറിയാമോ? മിസ്രൈമിൽ കിടക്കുന്ന ഇവന്മാരെ ഇവിടുന്ന് രക്ഷിക്കാൻ ഞാനല്ലാതെ എന്നെപ്പോലെ യോഗ്യനായിട്ട് വേറെ ആരാ ഉള്ളത്? ഈ അടിമപ്പണി ചെയ്യുന്ന യുവമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഇവരെ നയിച്ചുകൊണ്ട് പോകാനുള്ള യോഗ്യതയുണ്ടോ? വിദ്യാഭ്യാസമുണ്ടോ? കഴിവുണ്ടോ? അറിവുണ്ടോ എന്നൊക്കെ ചിന്തിച്ച മോശയ്ക്ക് അന്നവിടുന്ന് ഓടിയ ഓട്ടത്തിൽ 40 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി, അയ്യോ, എന്നെ കൊണ്ട് ഇവരെ വിടുവിക്കാൻ പറ്റില്ല. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കഴിവുകൾ എൻ്റെ ഒരു കാര്യത്തിനും പറ്റില്ല. അത്തവർക്കെന്ന് മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഒന്നും ജീവിതത്തിലെ പ്രതിസന്ധികളെ ചാടിക്കടക്കാൻ നമുക്ക് പറ്റില്ല. സ്തോത്രം. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് പറ്റില്ല. തലമുറയുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതിന് സർവശക്തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വേണം. മോശ ആഗ്രഹിച്ചു, കർത്താവേ, നീ ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, എന്നെക്കൊണ്ട് അതിന് കഴിവില്ല. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ എത്ര വലിയ നേതാവാണെങ്കിലും അവനൊരു വലിയ പരാജയമായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, മോശ ഇത് പറയാനുള്ള മറ്റൊരു കാരണം, മോശ ദൈവത്തോട് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വായിക്കണം, അതിൻ്റെ 33-ന്റെ 16-ാമത്തെ വാക്യം. 33-ന്റെ 16 വേഗം വായിക്കാം. അവിടെ മോശ ദൈവത്തോട് പറയാ, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ പോന്നില്ലെങ്കിൽ ലോകത്തുള്ള ജാതികളെ പോലെ ഞങ്ങളും ഒരു സാധാരണ ജനമായി മാറും. പക്ഷെ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ
വിശേഷ ജനമായി മാറും. ഞങ്ങളുടെ വിശേഷത അങ്ങാണ്. ഞങ്ങളുടെ ഐഡന്റിറ്റി അങ്ങാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യാസമയം ഈ ദൂത് കേൾക്കുന്ന ജനത്തോട് വിളിച്ചു പറയട്ടെ, പണമല്ല നിന്റെ മൂല്യം നിർണയിക്കുന്നത്. നിന്റെ കുടുംബ പാരമ്പര്യമല്ല നിന്റെ മൂല്യം നിർണയിക്കുന്നത്. സ്തോത്രം. നിന്റെ ബന്ധുബലമല്ല നിന്റെ മൂല്യം നിർണയിക്കുന്നത്. ആമേൻ. നിന്റെ ശക്തിയല്ല, പകരം നിന്റെ വില നിശ്ചയിക്കുന്നത് സർവശക്തന്റെ സാന്നിധ്യമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. മോശ പറയുക, ആമേൻ, ഞങ്ങൾ വിശേഷ ജാതിയാകുന്നത്, ആമേൻ, ഞങ്ങൾ ആമേൻ നിന്റെ സകല ഭൂതലത്തിലും വെച്ച് വിശേഷത ഉള്ളവരാകാൻ പോകുന്നത് നീ ഞങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ടാ. സ്തോത്രം, സ്തോത്രം. അപ്പം അതുകൊണ്ട് ഞാനും നിങ്ങളും കൊതിക്കണം, നമ്മൾ വിശേഷതയുള്ളവരാകണം. നാട്ടുകാർക്ക് നമ്മൾ വിശേഷതയുള്ളവരല്ലായിരിക്കും, പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ വിശേഷതയുള്ള ജാതിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ വിലയല്ല, കഴുതയുടെ പുറത്ത് കയറിയവൻ്റെ വിലയാണ്. അല്ലേ? ഈ വിരിക്കുന്നതൊന്നും നിനക്ക് വേണ്ടി അല്ലല്ലോ, ആണോ? ഇന്നലെ വരെ അവിടെ കെട്ടിയിട്ടപ്പോൾ ആരും അഴിച്ചു വിട്ടില്ല, ആരും മുമ്പിൽ അല്ലേ സ്വീകരണം ഒരുക്കിയില്ല, ഒലിവിലകൾ ഇട്ടില്ല, ഉണ്ടോ? വസ്ത്രം വിരിച്ചില്ല. ഇന്നത് ചെയ്യുന്നെങ്കിൽ, ഇന്നത് അനുഭവിക്കുന്നെങ്കിൽ, ഇന്നത് പ്രാപിക്കുന്നെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അത് നിന്നിൽ വാഹനമേറിയിരിക്കുന്നവന്റെ മൂല്യമാണ്, വിലയാണ്, അവനുള്ള ആദരവാണ് നിനക്കുള്ള ആദരവ്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, എന്തിനാ സാന്നിധ്യം കൊതിക്കുന്നത്? സ്തോത്രം. ഈ നാട്ടിൽ നിന്റെ മൂല്യം നിർണയിക്കുന്നത് അവൻ്റെ സാന്നിധ്യമാണ്. സ്തോത്രം. നിങ്ങളോ പത്രോസിൻ്റെ ഭാഷ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അവൻ നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനാ മോശ ഈ കാര്യം പറഞ്ഞത്. ഞാനിങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, എല്ലാം പറയാൻ സമയമെടുക്കുന്നില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് പോകാനാണ് ദൈവം എന്ത് ചെയ്തത്? വിളിച്ചത്. എന്നാൽ മോശയുടെ കാഴ്ചപ്പാട് കനാൻ ദേശം എന്നുള്ളതല്ല. കനാൻ ദേശമാണ് ലക്ഷ്യമെങ്കിൽ ദൈവം പറഞ്ഞു, എൻ്റെ ദൂതനെ എന്ത് ചെയ്യാം? ദൂതനെ അയക്കാം. ദൂതൻ എവിടെ കൊണ്ടുപോകും? അങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ ദൂതൻ വന്ന് കനാൻ ദേശത്ത് കൊണ്ടുപോകും. അപ്പൊ കനാൻ ദേശം ആ ലക്ഷ്യമെങ്കിൽ എന്തോ ചെയ്താൽ മതി? ഓക്കെ കർത്താവേ, താങ്ക് യു, നീ വരാതിരിക്കുന്നതാ നല്ലത്. നീ വന്നാൽ വലിയ പ്രശ്നമാണ്. ഇതാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പിള്ളേരൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാ, നമ്മളേക്ക് സാന്നിധ്യമൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ സാന്നിധ്യം വന്നാൽ വലിയ പ്രശ്നം കേട്ടോ. മനസ്സിലാകുന്നവരൊന്ന് സ്തോത്രം ചെയ്യണം. ശരിയായ സാന്നിധ്യം വന്നാൽ ഈ രീതിയൊക്കെ മാറേണ്ടി വരും. ശരിയായ സാന്നിധ്യം വന്നാൽ നമ്മുടെ അല്ലേ നിലവാരത്തിന് മാറ്റം വരും. ഈ സാധാരണ നിലയിലുള്ള ഒരു ജീവിതമൊന്നും നടക്കുകയില്ല. സ്തോത്രം, സ്തോത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാം, നീ വരണ്ട, ദൂതനെ അയച്ചാൽ മതി, ഞങ്ങളുടെ കാര്യം നടന്നാൽ മതി. നമ്മളങ്ങനല്ലേ? എങ്ങനാണേലും വേണ്ടിയല്ല, എന്ത് ചെയ്യണം? കാര്യം അങ്ങ് നടക്കണം. പക്ഷെ മോശ പറഞ്ഞു, കനാൻ നാടല്ല ലക്ഷ്യം, മെയിൻ ലക്ഷ്യം കനാൻ നാടൊന്നും അല്ല. പകരം നിന്റെ കൂടെയുള്ള സഹവാസമാ, നീ കൂടെ ഉള്ളതാ. മരുഭൂമിയാണെങ്കിലും അല്ലെ, പ്രയാസമാണെങ്കിലും, ചെങ്കടലാണെങ്കിലും, വെല്ലുവിളികളാണെങ്കിലും, പ്രശ്നങ്ങളാണെങ്കിലും നീ കൂടെ ഉള്ളതാ ജീവിതത്തിന് അർത്ഥം തരുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അങ്ങ് സ്വർഗത്തിൽ പോകുന്നത് മാത്രമൊന്നുമല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്ന എന്തുകൊണ്ടാ? നമ്മുടെ കർത്താവ് അവിടെ ഉള്ളത് കൊണ്ടാ.
എത്ര പേര് ആമേൻ പറയുന്നത് എനിക്കറിയാൻ വയ്യ. യേശുവാണ് ആ സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയാ? സ്വർഗത്തിൽ പോയി സ്വർണ്ണ തെരുവീതിയിലൂടെ എന്ത് ചെയ്യണം? ഇവിടെയോ സ്വർണം ഇടാൻ പറ്റുന്നില്ല, മേളിൽ പോയിട്ടെങ്കിലും സ്വർണ്ണ തെരുവീതിയിലൂടെ നടക്കണം. എന്നാ പ്രൗഢിയാ പാസ്റ്ററെ, അവിടെ പോയി ജീവിക്കണം. അയ്യോ സ്വർഗം. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാകുന്നത് അവിടെ നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ടാ. കുഞ്ഞാട് അതിൻ്റെ വിളക്ക. എന്നെ സംബന്ധിച്ചിടത്തോളം യേശു അവിടെ ഇല്ലെങ്കിൽ പിന്നെന്തിനാ സ്വർഗം? നമ്മുടെ ആശ, നമ്മുടെ ആഗ്രഹം, നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാ. അല്ലേ? യോഹന്നാന്റെ ഭാഷയിൽ അവനെ നാം താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുക. ഇന്ന് രാത്രി വചനങ്ങൾക്ക് ദൈവവേദലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ കർത്താവാണ്. അവന്റെ സ്വരൂപത്തോട് അവൻ അനുരൂപരാകാൻ അവൻ നമ്മെ നിയമിച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. സ്തോത്രം. ദൂതിൻ്റെ ആഴം മനസ്സിലായോ? അല്ല, നമുക്ക് സ്വർഗം മോഹിച്ച് വന്നവരൊന്നുമല്ല. ആണോ? അങ്ങനൊന്നുമല്ല. സ്വർഗം മോഹിച്ച് വന്നതൊന്നുമല്ല. ആമേൻ. നമ്മൾ കർത്താവിനെ ആഗ്രഹിച്ച് വന്നതാ. ആമേൻ. സ്തോത്രം. അത് അവനുമായിട്ടുള്ള സാന്നിധ്യം. അവനെ അവൻ നമ്മൾ പാപം നമ്മളെ എന്ത് ചെയ്തു? അതൊക്കെ നമ്മൾ പിന്നെ സംസാരിക്കും. പാപം നമ്മളെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്തു? വീട്ടിൽ കളഞ്ഞു. അല്ലേ? ആദം ഓടി ഒളിച്ചു. വൃക്ഷത്തിന് ചുവട്ടിലല്ല ഒളിച്ച. വൃക്ഷത്തിന് ചുവട്ടിൽ ഒളിച്ചു. പക്ഷെ ശരിക്കും വൃക്ഷത്തിന് ചുവട്ടിൽ ഒളിച്ചെങ്കിലും യഥാർത്ഥ അർത്ഥം എവിടെന്നറിയോ? അവൻ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? എനിക്ക് ദൈവത്തെ വേണ്ട, കാണണ്ട, ദൈവത്തെ കാണണ്ട. എന്താ ആദമേ കാരണം? അയ്യോ, അവന്റെ അടുത്ത് നിൽക്കാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല, എൻ്റെ അകത്ത് പാപമുണ്ട്. അവനല്ലേ പാപം ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം ദൈവം വെയിലാറുമ്പോ തോട്ടത്തിൽ വന്ന് അവർ ഒരുമിച്ച് സഹവസിച്ചിരുന്നത്. പക്ഷേ പാപം ആദമിനെ ദൈവത്തിൽ നിന്ന് അകറ്റി. സ്തോത്രം. എന്താ നമുക്ക് തിരിച്ചു കിട്ടുന്നത്? ആ ദൈവസംസർഗമാ, ദൈവസാന്നിധ്യമാ. എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. മോശ പറയുക, കനാൻ നാട് എന്നതിനേക്കാൾ അപ്പുറം നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. സ്തോത്രം. മരുഭൂമിയിലെ ഇസ്രായേലിന്റെ യാത്രയെക്കുറിച്ച് പറയുന്ന പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി സ്തംഭം. അവരുടെ യാത്ര എത്ര ശ്രേഷ്ഠമായിരുന്നു, എത്ര ശ്രേഷ്ഠമായിരുന്നു. ദൈവ സാന്നിധ്യത്തിലുള്ള ജീവിതം. പാപം ചെയ്തത് കൊണ്ടല്ലേ അവരാ മരുഭൂമിയിൽ പട്ടുപോയത്? അല്ലേ? ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ടല്ലേ? ദൈവത്തെ പരീക്ഷിച്ചത് കൊണ്ടല്ലേ അവർക്ക് ജീവിതം പ്രതിസന്ധിയായി മാറിയത്? ദൈവത്തിന്റെ കൃപയുടെ ചലനത്തിൽ അവിടുത്തെ കീഴിൽ അവർ നിരുന്നിരുന്നെങ്കിൽ ആ മരുഭൂമി യാത്ര എത്ര ആനന്ദമായിരുന്നു. കാരണം അവരോടൊപ്പം സർവശക്തൻ കൂടാരത്തിൽ വസിക്കുകയാ. സ്തോത്രം. ഇപ്പം മോശ ശരിക്കും ആഗ്രഹിച്ചത് എന്താ? കനാൻ നാട് എന്നതിനപ്പുറം നിന്റെ സാന്നിധ്യമാണ് എന്നതാണ് മോശ ആഗ്രഹിച്ചത്. മറ്റൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ പറയുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും പറയാറും ഉദ്ധരിക്കാറുമുള്ളൊരു കാര്യമാണ്. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവ സാന്നിധ്യം അനുഭവിച്ചൊരു നിമിഷം ഇരിക്കുന്നത് അല്ലേ നിങ്ങളുടെ മുഴു ജീവിതത്തിൻ്റെ പാഴായിപ്പോയ നിമിഷങ്ങളെക്കാൾ വിലയേറിയതാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ ആ മറുരൂപമലയുടെ അനുഭവം വന്നപ്പോൾ പത്രോസ് ഇങ്ങനെ എന്താ പറയുന്നതെന്ന് പോലും അറിയാതെ പത്രോസ് വിളിച്ചു പറഞ്ഞത്, ആമേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് നല്ലത്, ഈ കൃപയിൽ ഇരിക്കുന്നത് നല്ലത്. ഇവിടുന്ന് എനിക്ക് ഇറങ്ങി പോകാൻ തോന്നാത്ത വിധം എന്നെ അടുപ്പിക്കുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്നെ ആനന്ദിപ്പിക്കുന്ന നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്ന് പ്രമോദങ്ങളും ഉണ്ടെന്ന് ഇന്ന് വചനങ്ങൾക്ക് ദൈവവേദനേ ഈ സാന്നിധ്യത്തിൽ ഇരുന്നാൽ ചുറ്റുപാടും എന്ത് നടന്നാലും അറിയാതെ വന്ന ദുഃഖങ്ങളെ മറക്കുന്ന, പ്രയാസങ്ങളെ മറക്കുന്ന, കഷ്ടത മറക്കുന്ന വലിയൊരു ആത്മീയ അനുഭവം ഇതിനകത്തുണ്ട്. പത്മോസിന്റെ ഇരുണ്ട ദ്വീപിൽ തിരമാലകളുടെ നടുവിൽ ജീവനെടുക്കാൻ വരുന്ന കഴുകന്മാരുടെ ചിറകടിയുടെ നടുവിൽ കർത്ത ദിവസത്തിൽ ഭക്തനാത്മാവിൽ വിവശനായപ്പോ, സ്തോത്രം,
പത്മോസിന്റെ സാഹചര്യത്തിനകത്ത് കിടന്നും സ്വർഗം തുറക്കുന്നത് കണ്ട യോഹന്നാൻ അനുഭവിച്ച ആത്മീക സന്തോഷത്തിന് പകരം വെക്കാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ അതെത്ര സൗഭാഗ്യമാണ്, അതെത്ര അനുഗ്രഹമാണ്. ദൈവകൃപ പ്രാപിച്ചിരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് മോശ പറഞ്ഞു. മോശ ഇതെങ്ങനെ മനസ്സിലാക്കിയേ? 40 രാവും 40 പകലും ദൈവം പറഞ്ഞു, ഇങ്ങ് കേറി വാ മോശേ, നീ കേറി വാ. ഓഹോ, 40 രാവും പകലും അവിടെ പോയിരുന്നു. ദൈവം ആഭിമുഖമായി സംസാരിക്കുക. അയ്യോ, ആ ഇരിപ്പ് അനുഭവിച്ചവൻ എത്ര പേർക്ക് ദൂതും മനസ്സിലായി? ആ സാമീപ്യം അനുഭവിച്ചവർ, ആ സാന്നിധ്യം അനുഭവിച്ചവർ, ആമേൻ, അനുഭവിച്ച വ്യക്തി പിന്നെ ഞാൻ വരത്തില്ല, ഞാൻ ദൂതനെ അയക്കാം, പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോകുമോ? പോകത്തില്ല. ഇന്ന് നിങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഒരു നിമിഷമെങ്കിലും ആമേൻ ശരിയായി ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ആ സന്തോഷം ഉള്ളത്തിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ ആനന്ദം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾ ഒരിക്കലും ആമേൻ ഈ സാന്നിധ്യത്തെ വില കുറച്ച് കാണത്തില്ല, ആ കൃപയെ വില കുറച്ച് കാണത്തില്ല. എന്ത് വില കൊടുത്ത് അവൻ നിങ്ങൾ ആ സാന്നിധ്യത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞത്, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടം, അത്യുത്തമം. സാന്നിധ്യത്തിന്റെ അനുഭവം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ഇവിടെ അറിയണം. എന്തുകൊണ്ടാ മോശ പറഞ്ഞത് നീ ഞങ്ങളുടെ കൂടെ? അയ്യോ, എനിക്കൊരു വിഷമമുണ്ട്. 3 കാര്യം പറയണമെന്ന് വെച്ചാൽ പ്രസംഗം തുടങ്ങിയത്. ഒരു കാര്യം പറഞ്ഞു തീർക്കുകയുള്ളൂ, സമയമുണ്ടല്ലോ. നിങ്ങൾ ഓർക്കുമോ? പ്രസംഗം പറഞ്ഞത് ഓർക്കുമോ? ഓർക്കുമെങ്കിൽ ഞാൻ ബാക്കി പറയും. മോശ എന്തുകൊണ്ടാ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചത്? ദൈവമേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ കനാൻ അല്ലെ, എന്താണ്, കനാനിൽ പോകണമെങ്കിൽ ഇനി പോകണം. ഇപ്പൊ എവിടെയാ വന്ന് നിൽക്കുന്നത്? സീനായി മലയുടെ അടിവാരത്തിലാ. ഇതിനു മുമ്പ് ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നു. ആ പ്രശ്നങ്ങളൊക്കെ ദൈവം പരിഹരിച്ചു. ദൈവമാ എല്ലാத்தைയും എന്ത് ചെയ്തത്? പരിഹരിച്ചത്. പക്ഷേ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഭാവിയെ സംബന്ധിച്ച് മോശയുടെ അകത്ത് ഭയമുണ്ട്. നേരത്തെ പറഞ്ഞതാ. സ്തോത്രം, സ്തോത്രം. ഭാവിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. നമ്മളൊക്കെ ഭാവിയെ ഭയപ്പെടുന്നവരല്ലേ? നാളെ എന്തായി തീരുമെന്ന് ഭയപ്പെടുന്നവരല്ലേ? നാളെ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. നാളെ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരുമെന്ന് ആർക്കും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഇവിടെയില്ല. 2027 ആയുസ്സുണ്ടെങ്കിൽ എന്ത് നടക്കുമെന്ന് അറിയാവുന്നവരാരേലും ഉണ്ടോ? 2028 നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നടപടികൾ, എന്തെല്ലാം കാര്യങ്ങൾ വരുമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 2030 അവൻ ആയുസ് ശേഷിപ്പിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ പോകേണ്ടി വരുമെന്ന് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 10 കൊല്ലത്തിനപ്പുറം 20 കൊല്ലത്തിനപ്പുറം ആയുസ്സുണ്ടെങ്കിൽ, സ്തോത്രം, സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഭാവി അറിയുന്നവൻ, സ്തോത്രം, ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, സ്തോത്രം, നാളെയെ ഇന്നറിയുന്ന ദൈവം, അവൻ കൂടെ ഉണ്ടെങ്കിൽ നാളെയിലെ ഭീതിയെ, സ്തോത്രം, ഫ്യൂച്ചറിലെ ആകുലതകളെ ജയിക്കാൻ ഈ കർത്താവ് കൂടെ വേണം. എത്ര പേര് ഇന്ന് മനസ്സിലാകും? മോശ പറഞ്ഞ, ദൈവമേ, ഇതിനപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തൊക്കെ വരുമെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ നിനക്ക് മാത്രമേ അറിയൂ. ഭാവി അറിയുന്നത് അങ്ങാണ്. ഒന്ന് പറയുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അറിയുന്നത് അങ്ങാണ്.
ഞങ്ങളുടെ ഭാവി അറിയാവുന്നവൻ അങ്ങ്. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ ആമേൻ ഞങ്ങളെ അനുവദിക്കല്ല കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ എപ്പോഴും വേണം. ആമേൻ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ അയക്കരുത്. അടുത്ത നിമിഷത്തിലേക്ക് പോകാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യം. ഇന്ന് രാത്രി മോശ ഇതിനു വേണ്ടിയൊക്കെയാ പ്രാർത്ഥിച്ചത്. കർത്താവേ, അങ്ങ് എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ വരണം. ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആടവൻ കട്ട് ചെയ്യുക. മോശയുടെ പ്രാർത്ഥന എന്തിനാണ് മോശ പ്രാർത്ഥിച്ചത്? ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ വരണം. ദൈവ സാന്നിധ്യമില്ലാതെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടില്ല. ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എത്ര മിടുക്കന്മാരാണെങ്കിലും എത്ര ശക്തരാണെങ്കിലും നമ്മൾ തകരും. എത്ര കഴിവുള്ളവരാണെങ്കിലും തകരും. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം, ദൈവത്തിന് പകരം മറ്റു പലതിനെയും അവർ കൂട്ടുപിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം പറഞ്ഞു, ഞാൻ ദൂതനെ അയക്കാം. ഇന്ന് ജനത്തിന് ആവശ്യത്തിന് കാശ് കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ആളുകൾ പറയാ, കർത്താവേ, നീ വന്നില്ലേലും വേണ്ടിയല്ല, കാശുണ്ടല്ലോ, ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കർത്താവേ, അങ്ങ് വന്നില്ലേലും വേണ്ടിയല്ല, ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നാൽ മതി, അത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തോളാം. സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിലും വേണ്ടിയല്ല, ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഞങ്ങളുടെ ബന്ധുക്കളായി, ചാർച്ചക്കാരായി, സഹായത്തിന് അല്ലേ, ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് പേരെയൊക്കെ ഏർപ്പെടുത്തിയാൽ മതി. നീ വന്നില്ലെങ്കിലും ഞങ്ങളെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിച്ചെന്ത് ചെയ്തേക്കാം, പോകാം. ഇന്ന് ഈ ദൂത് ഞാൻ പറയുമ്പോൾ ദൈവത്തിന് പകരമായി എന്ത് വെച്ചാലും അത് വിഗ്രഹമാണ്. ഇസ്രായേലിൻ്റെ പാപം എന്താ? ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് പറയുക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന. അതാണ് ദൈവം പറഞ്ഞത്, ഇവരുടെ ഒന്നും കൂടെ ഞാൻ ഇനി എന്ത് ചെയ്യില്ല, നടക്കുകയില്ല. എൻ്റെ സാന്നിധ്യം ഇവരുടെ കൂടെ നടക്കില്ല. കാരണം അവർ എനിക്ക് പകരം മറ്റു പലതിനെയുമാണ് ആരാധിക്കുന്നത്. എനിക്ക് പകരം എനിക്ക് കൊടുക്കേണ്ട ബഹുമാനം മറ്റു പലതിനും കൊടുക്കുന്നു. എനിക്ക് കൊടുക്കേണ്ട ആദരവ് മറ്റു പലതിനും കൊടുക്കുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാ. ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുന്നില്ല. ആരാധന കൊടുക്കേണ്ട ദൈവത്തിന്, മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിന്, പുകഴ്ച കൊടുക്കേണ്ടത് ദൈവത്തിന്, അവൻ എല്ലാത്തിനും ഉപരി 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന്. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്, ഈ ദൈവത്തിന് എത്രാം സ്ഥാനമാ നിന്റെ മനസ്സിലുള്ളത്? സ്തോത്രം. അങ്ങനെ ചെയ്താൽ തമ്പുരാൻ പറയും, ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ കൂടെ വരുന്നില്ല. പക്ഷേ മോശ പറഞ്ഞതുപോലെയാണ്, നീ വന്നില്ലെങ്കിൽ ഞങ്ങളെ, അത് പറയുന്നവരുടെ കൂടെ കർത്താവ് വരിക. കർത്താവെ, നീ വന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. എൻ്റെ മിടുക്കുകൊണ്ട് പറ്റില്ല, എൻ്റെ കഴിവ് കൊണ്ട് പറ്റില്ല, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. നീ വരാതെ എന്നെ അയക്കരുത്. ഇത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ കർത്താവ് ഇറങ്ങി വരികയാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയാതെ, കർത്താവേ, ആ സാന്നിധ്യമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങ് കാണുന്നു. ഞങ്ങളുടെ പരാജയമാണ്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളാണ്. അങ്ങയ്ക്ക് മഹത്വം കൊടുക്കാതെ, അങ്ങയ്ക്ക് ആദരവ് കൊടുക്കാതെ, അങ്ങയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കാതെ ഞങ്ങളുടെ ഹൃദയത്തിലെ ആലോചന പ്രകാരം പലപ്പോഴും നടക്കുന്നു. ഞങ്ങൾ അങ്ങയേക്കാൾ ഉപരിയുള്ള മഹത്വം മറ്റു പലതിനും കൊടുക്കുന്നത് കൊണ്ട് ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു, മോശ അപേക്ഷിച്ചതുപോലെ ദൈവമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മടക്കി നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഞങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നപ്പോഴാണ്.
ഞങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ കൃപയാലാണ്, അവിടുത്തെ അനുഗ്രഹത്താലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചതൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാണ്. കർത്താവേ, ആ സാന്നിധ്യം, ആ വിലയേറിയ സാന്നിധ്യം കൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ദൈവത്തിൽ വന്നിരിക്കുന്ന ജനത്തിനു മേൽ ആ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അവരെ ഇന്ന് നിയോഗിക്കണമേ, അവരെ ഇന്ന് അനുഗ്രഹിക്കണമേ. മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ നിന്റെ ജനത്തിന് കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായിട്ട് സ്തോത്രം, അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. നാളത്തെ ആരാധനയും അനുഗ്രഹിക്കണം, ജനത്തെ കൂട്ടി വരുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.